തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കും മുൻപ് തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. അത് ശബരിനാഥാണ്. ശബരിനാഥ് ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു. വലിയ രീതിയിൽ തന്നെ കോൺഗ്രസിനെ തിരുവനന്തപുരം ജില്ലയിൽ മുന്നോട്ട് കൊണ്ടുവരുമെന്ന രീതിയിലുള്ള വലിയൊരു ബലൂൺ ആയിരുന്നു ഇന്നലെ കോൺഗ്രസ് ഉയർത്തിവിട്ടത്. നമുക്ക് ഈ ശബരിനാഥുമായി ബന്ധപ്പെട്ട് അരുവിക്കര മണ്ഡലം പരിശോധിച്ചാൽ അറിയാം, അവിടെ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമാണ്. എല്ലാ കാലത്തും ഏത് തിരിച്ചടി ഉണ്ടായപ്പോഴും കോൺഗ്രസിനെ കൈപിടിച്ചുയർത്തിയത് അരുവിക്കരയായിരുന്നു. പക്ഷെ അരുവിക്കര മണ്ഡലത്തിൽ ദയനീയമായി പരാജയപ്പെട്ട ശബരിനാഥാണ്. തന്റെ അച്ഛൻ അവിടെ ശക്തമായ അടിത്തറ ഉണ്ടാക്കിയ പാർട്ടിയെ അവിടെ തുലച്ചു. അപ്പോൾ ഇനി അരുവിക്കരയിലേക്ക് പോയാൽ തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയില്ല എന്ന ധാരണ ഉള്ളത് കൊണ്ട് തന്നെ ശബരിനാഥ് അരുവിക്കരയിൽ നിന്നും ഓടി ഒളിച്ച് തിരുവനന്തപുരത്ത് ഏതെങ്കിലും മണ്ഡലത്തിൽ മത്സരിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിന്റെ ഒരു ഭാഗമാണ് ആ കവടിയാറിൽ ഈ കോർപ്പറേഷനിൽ അദ്ദേഹം മത്സരിക്കുന്നത്. ആ മത്സരിക്കാൻ വേണ്ടി ഈ ബലൂണിനെ വലിയ രീതിയിൽ ഊതി വീർപ്പിച്ചു കൊണ്ടുവന്നപ്പോഴാണ് ശശി തരൂർ അത് പൂർണ്ണമായി തന്നെ കുത്തിപ്പൊട്ടിച്ചിരിക്കുന്നത്. ശശി തരൂർ ഇന്ന് മംഗളത്തിൽ കോൺഗ്രസിനെതിരെ തുറന്നടിച്ചിരിക്കുകയാണ്, ഹൈക്കമാൻഡിനെതിരെ തുറന്നടിച്ചിരിക്കുകയാണ്, നെഹ്റു കുടുംബത്തിനെതിരെ തുറന്നടിച്ചിരിക്കുകയാണ്. ശശി തരൂർ പറയുന്നത് കൃത്യമാണ്, കോൺഗ്രസിൽ കുടുംബ വാഴ്ചയാണ്, കുടുംബത്തിന് വേണ്ടി, നെഹ്റു കുടുംബത്തിന് വേണ്ടി മാത്രമാണ് ഇന്ന് പ്രവർത്തിക്കുന്നത്. ഗാന്ധിയുടെ പേരടിച്ചു മാറ്റി നെഹ്റു കുടുംബം ഇന്ന് കാണിക്കുന്നത് എന്താണ്? വലിയ രീതിയിൽ ചരിത്രമുള്ള ആ പാർട്ടി ഇന്ന് തോറ്റു തുന്നം പാടുകയല്ലേ? എല്ലാ സംസ്ഥാനങ്ങളിലും തുന്നം പാടി ആ പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലായിരിക്കുന്നു. അതിന്റെ ഒരു ഉദാഹരണമാണല്ലോ ഇപ്പോൾ ശബരിനാഥ് എന്ന ആ യുവാവിന് ഈ കവടിയാറിൽ മത്സരിക്കേണ്ട ഗതികേടിൽ എത്തിയിരിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ കയ്യിലിരിപ്പുമുണ്ട്. അദ്ദേഹം വെറും ബലൂൺ മാത്രമാണ്, ഊതി വീർപ്പിച്ച ബലൂൺ മാത്രമാണ് ശബരിനാഥ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അവിടെ പരാജയപ്പെട്ടു, തന്റെ അച്ഛന്റെ മണ്ഡലത്തിൽ പരാജയപ്പെട്ടു. എന്തുകൊണ്ട് അദ്ദേഹം 5 വർഷം ആ മണ്ഡലത്തിൽ കൃത്യമായി പ്രവർത്തിച്ച് വീണ്ടും അവിടെ മത്സരിക്കാൻ തയ്യാറെടുക്കുന്നില്ല? അദ്ദേഹം ഇന്ന് അരുവിക്കരയെ കുറിച്ച് പോലും സംസാരിക്കുന്നില്ലല്ലോ. അതെന്താണ്? അദ്ദേഹം അവിടെ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നു, അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നു. ആ 5-6 വർഷം ജനങ്ങളെ ദ്രോഹിക്കുന്ന പരിപാടിയല്ലേ? അവിടെ ഒരു പരിപാടിയിലെത്തില്ല, ജനങ്ങൾക്ക് സഹായമില്ല, ഒരു ഗുണവുമില്ല. അതുകൊണ്ട് തന്നെയാണ് അവിടെ CPM വിജയിച്ചു കയറിയത്. CPM വിജയിച്ചു കയറിയപ്പോൾ ഇപ്പോൾ അവർ MLA എന്താണെന്ന് തിരിച്ചറിയുന്നു, MLAയുടെ പ്രവർത്തനങ്ങൾ തിരിച്ചറിയുന്നു. കാരണം ഈ ശബരിനാഥ് വന്നതിന് ശേഷം അവിടെ ആ മേഖലയിൽ തിരിഞ്ഞു നോക്കാറില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ ഇപ്പോൾ കോൺഗ്രസിന്റെ പല മണ്ഡലങ്ങളും പരാജയപ്പെടുന്നത്. എന്തുകൊണ്ടാണ്? എന്തിനേറെ പറയുന്നു, പല മണ്ഡലങ്ങളിലും പിന്നീട് എന്തുകൊണ്ട് ജയിക്കുന്നു എന്ന് പറയുമ്പോൾ ലോക്സഭയിൽ പലതും എടുത്തു നോക്കാം. ഈ പത്തനംതിട്ട മണ്ഡലം, അതോടൊപ്പം തന്നെ തിരുവനന്തപുരം മണ്ഡലം, അങ്ങനെ പല മണ്ഡലങ്ങളും നാം എടുത്തു നോക്കിയാൽ അവിടെയൊന്നും ഈ MP തന്നെ ഉണ്ടാകില്ല, MLA ഉണ്ടാകില്ല. ആ ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. എന്തായാലും ഇതൊരു ദേശീയ വിഷയമാണ്. കഴിഞ്ഞ കുറച്ചു നാളുകളായി തന്നെ BJPയെ പുകഴ്ത്തുന്നത് ശശി തരൂരിന്റെ നിലപാടായിരുന്നു. പക്ഷെ ഇടക്കാലത്ത് കുറച്ച് നാളുകളായി, 1-2 മാസമായി അത് നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ വീണ്ടും വെടിപൊട്ടിച്ചിരിക്കുകയാണ് മംഗളം പത്രത്തിലൂടെ. അദ്ദേഹം ഇപ്പോൾ നെഹ്റു കുടുംബത്തെ തന്നെ ലക്ഷ്യമിട്ടിരിക്കുകയാണ്. നെഹ്റു കുടുംബത്തിന്റെ ഈ പരാജയത്തെ കുറിച്ച് അദ്ദേഹം ചോദ്യം ചെയ്യുകയാണ്. പക്ഷെ ഇദ്ദേഹം ചെയ്യുന്നത് ഒരു കൃത്യമായ നിലപാടാണ്. ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നോക്കൂ, ഒരു പാർട്ടിയിൽ ഒരു നേതാവിനെ മുൻനിർത്തി അവർ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകുന്നു, നിരന്തരം പരാജയങ്ങൾ ഉണ്ടാകുന്നു. എന്നിട്ടും ആ വിഴുപ്പിനെ എന്തിനിവർ ചുമക്കുന്നു? കോൺഗ്രസിന്റെ ആ നേതാവിനെ എന്തിന് കോൺഗ്രസ് പ്രവർത്തകർ ചുമക്കുന്നു? അതിലെ കോൺഗ്രസ് പാർട്ടി കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത്, 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇദ്ദേഹത്തിന് ചുമതല നൽകുകയും പിന്നീട് ഇദ്ദേഹത്തിന് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ചെയ്തു. പിന്നീട് ഉണ്ടായ 2019 24 തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നു. പിന്നീടുള്ള എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പരാജയപ്പെടുന്നു. പല മണ്ഡലങ്ങളിലും പല സംസ്ഥാനങ്ങളിലും ഈ പാർട്ടിയുടെ അടിത്തറ തന്നെ തകരുന്ന സാഹചര്യം ഉണ്ടായി. എന്നിട്ടും എന്തിനാണ് രാഹുൽ ഗാന്ധിയെയും ഉയർത്തിപ്പിടിച്ച് കോൺഗ്രസ് പ്രവർത്തകർ നടക്കുന്നത്? അവർ കൊട്ടാര വിപ്ലവം നടത്തേണ്ട സമയമായില്ലേ? ഇപ്പോൾ രാഹുൽ ഗാന്ധി തന്നെ പലതവണ ആവർത്തിക്കുന്നത് കണ്ട് ജൻസി പ്രക്ഷോഭത്തിനെ കുറിച്ച്. യഥാർത്ഥ ജൻസി പ്രക്ഷോഭം ഇന്ന് ആവശ്യം കോൺഗ്രസിനുള്ളിലാണ്. അത് നടന്നില്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിലെ ഇനി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിരിക്കുന്ന രാഹുൽ ഗാന്ധി ചിലപ്പോൾ ഇനി ഏതെങ്കിലും ഉത്തർപ്രദേശിലെ ഏതെങ്കിലും കോർപ്പറേഷനിൽ മത്സരിക്കേണ്ട ഗതികേടിലേക്ക് വരില്ലേ? ഇനി ആ രീതിയിലേക്ക് ചുരുക്കേണ്ട അവസ്ഥ വരില്ലേ? കാരണം വേറെ നേതാക്കളില്ല മത്സരിക്കാൻ, വിജയപ്രതീക്ഷയുള്ള നേതാക്കളില്ല. അതുകൊണ്ട് ഈ രാഹുൽ ഗാന്ധി തന്നെ ഇങ്ങനെ ആകണം, ഇങ്ങനെ പോവുകയാണെങ്കിൽ
ആ രീതിയിലേക്കല്ല മാറേണ്ടി വരും. അത് കേരളത്തിൽ തന്നെ അന്ന് ചർച്ച ഉണ്ടായല്ലോ. വയനാട്ടിൽ മത്സരിച്ച് ഇദ്ദേഹം വിജയിച്ചപ്പോൾ പറഞ്ഞു അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വരണമെന്നാണ്. അതാണ് അദ്ദേഹത്തിന് ഏറ്റവും അനുയോജ്യമായ കാരണം. മുസ്ലിം ലീഗിന്റെ പിന്തുണയോടുകൂടി തന്നെ കോൺഗ്രസിനെ കൊണ്ട് ഇദ്ദേഹത്തെ വിജയിപ്പിക്കാൻ കഴിയില്ല. മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരെ കൊണ്ട് ഇദ്ദേഹത്തിന് വിജയിച്ചു കയറാൻ കഴിയും. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരുടെ പിന്തുണയോടുകൂടി തന്നെ രാഹുൽ ഗാന്ധി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വരണം. അതാണ് ഇനി ആവശ്യം. ഈ പ്രാദേശിക നേതാക്കളായ ഈ ശബരിനാഥ്, അതോടൊപ്പം തന്നെ മറ്റു നേതാക്കളെല്ലാം കോർപ്പറേഷനിലും പഞ്ചായത്തിലും മത്സരിക്കട്ടെ. ദേശീയ നേതാക്കളായ KC വേണുഗോപാൽ, അതോടൊപ്പം തന്നെ ഖാർഗെ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി അവരെല്ലാം ഇനി നിയമസഭയിലേക്കെല്ലാം മത്സരിക്കട്ടെ. അല്ലാതെ ഇനി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു തകർച്ചയിലേക്കാണ് പോകുന്നത്. പലരും ചർച്ച ചെയ്യാത്തൊരു മറ്റൊരു സംഭവമുണ്ട്. അത് ഗുജറാത്തുമായി ബന്ധപ്പെട്ടാണ്. കുറച്ചു നാളുകളായി തന്നെ ബിജെപിയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം കാലം ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗുജറാത്താണ്. അവിടെ 25 വർഷത്തിലധികമായി ഗുജറാത്തിൽ BJP ഭരണം നടത്തുന്നുണ്ട്. അപ്പോൾ അവിടെ കൃത്യമായി പ്രതിപക്ഷ സ്ഥാനത്തുണ്ടായിരുന്നത് കോൺഗ്രസ് ആണ്. കോൺഗ്രസിന്റെ എല്ലാം ഒരു കാലത്ത് ഉരുക്കുകോട്ടയായിരുന്നു ഗുജറാത്ത്. ഇന്ന് ആ ഗുജറാത്തിലേക്ക് AAP വളർന്നു കയറുകയാണ്. അവിടെയുള്ള AAPയുമായി ബന്ധപ്പെട്ട് അവർ നിരന്തരം റാലികൾ നടത്തുന്നു, പരിപാടികൾ നടത്തുന്നു. അവിടെ നാം നോക്കൂ, അവിടെ ആ റാലികളിലേക്കും പരിപാടികളിലേക്കും വലിയ രീതിയിലുള്ള ജനസഞ്ചയമാണ് ഒഴുകിയെത്തുന്നത്. ജനക്കൂട്ടമാണ് അവിടെ എത്തുന്നത്. ആ ജനക്കൂട്ടം എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? അത് പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിൽ നിന്നാണ് ആ ജനങ്ങൾ ഉണ്ടാകുന്നത്. അത് എന്തുകൊണ്ട് കോൺഗ്രസിന് തിരിച്ചറിയാൻ കഴിയുന്നില്ല? ഡൽഹിയിലേക്ക് തന്നെ വരാം. ഡൽഹിയിൽ തുടർച്ചയായി 15 കൊല്ലം ഭരണം നടത്തിയിരുന്നത് കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് AAP അവിടെ അധികാരം പിടിക്കുന്നത്. പിന്നീട് നാം പഞ്ചാബിലേക്ക് പോകൂ. പഞ്ചാബിലും അവിടെ ഭരണം നടത്തിക്കൊണ്ടിരുന്നത് കോൺഗ്രസ് ആണ്. കോൺഗ്രസിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് AAP വരുന്നത്. അത് തന്നെയാണ് ഗുജറാത്തിലും കാണുന്നത്. അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളിലും കോൺഗ്രസിനെ വിഴുങ്ങിക്കൊണ്ട് ഈ പാർട്ടി AAP അടക്കമുള്ള പുതിയ പാർട്ടികൾ വരുന്നു. പക്ഷെ അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ ഈ രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നില്ല. തനിക്ക് കഴിയില്ലെങ്കിൽ താൻ ഒഴിഞ്ഞു മാറാനുള്ള മര്യാദ രാഹുൽ ഗാന്ധി കാണിക്കണം. അത് കാണിക്കാത്തത് കൊണ്ടാണ് ശശി തരൂരിനെ പോലുള്ളവർ ഈ വിമർശനം ഉന്നയിക്കുന്നത്. ഈ വിമർശനത്തിലൂടെ BJPക്ക് വലിയ രീതിയിൽ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഗുണമുണ്ടാകും. കാരണം അദ്ദേഹം തിരുവനന്തപുരത്തെ MP ആണല്ലോ. തിരുവനന്തപുരത്തെ കോൺഗ്രസിന്റെ MP തന്നെ കോൺഗ്രസിനെതിരെ വിമർശനം ഉന്നയിക്കുമ്പോൾ ജനങ്ങൾ എന്തിനു വേണ്ടി കോൺഗ്രസിന് വോട്ട് ചെയ്യണം, എന്തിനു വേണ്ടി ശബരിനാഥിന് വോട്ട് ചെയ്യണം, എന്തിനു വേണ്ടി ഇപ്പോഴുള്ള ബാക്കിയുള്ള സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യണമെന്ന് ജനങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാരണം കൈപ്പത്തി അടയാളത്തിൽ ജയിച്ച ശശി തരൂർ തന്നെ കോൺഗ്രസിനെതിരെ വിമർശനവുമായി ഉന്നയിച്ചിരിക്കുകയാണ്, രംഗത്ത് വരികയാണ്. അദ്ദേഹം ആ പാർട്ടിയുടെ പ്രതിസന്ധികൾ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പാർട്ടി എന്തിനു ചുമക്കണം? അതെന്തായാലും ജനങ്ങൾ കുറച്ചു നാളുകളായി തന്നെ തിരുവനന്തപുരത്തെ ജനങ്ങൾ മാറി ചിന്തിച്ചു തുടങ്ങി. കാരണം 2015 17 സീറ്റ് ഉണ്ടായിരുന്നെങ്കിൽ 2020 വരുമ്പോൾ 10 സീറ്റിലേക്ക് ചുരുങ്ങുകയാണ്. ഇനി 10-ൽ നിന്നും എത്രയിലേക്ക് ചുരുങ്ങുമെന്നത് നാം കാത്തിരുന്നു കാണണം. ഇന്നലെ വലിയ രീതിയിൽ ബലൂണിനെ വീർപ്പിച്ച് ഉയർത്തിയിരുന്നു. ആ ബലൂൺ മിക്കവാറും 10-ൽ താഴെയിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം ആ പാർട്ടിയിൽ തന്നെ ആഭ്യന്തര വിപ്ലവം ആരംഭിച്ചിരിക്കുകയാണ്. കോർപ്പറേഷൻ ഉറപ്പായി തന്നെ ലഭിക്കില്ല. ഇങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം നിരന്തര വിമർശനം ഉന്നയിച്ച് BJPയിലേക്ക് മറുകണ്ഠം ചാടുകയാണെങ്കിൽ ശബരിനാഥ് അരുവിക്കരയിൽ പരാജയപ്പെട്ടതുപോലെ തന്നെ ഈ കവടിയാറും പരാജയപ്പെടാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്.